ഹൈ പേസി ആസ്പിരൻസ്, വെൽക്കം ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഇന്ന് മോർണിംഗ് എണീറ്റപാട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് SCRT ആണ്. 6th സ്റ്റാൻഡേർഡിൽ സയൻസ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് മോർണിംഗ് ഈ ഒരു ടൈം SCRT തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മാത്സ്, ഇംഗ്ലീഷും കറണ്ട് അഫെയർസും പിന്നെ 2 ക്ലാസ്സും കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും 3 ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ടു ഡു ലിസ്റ്റിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന ഒരു കമൻറ്റാണ് എങ്ങനെയാണ് രാവിലെ എണീക്കുക എന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എഴുന്നേൽക്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ രാത്രിയിലിരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന, രാത്രിയിലിരുന്ന് പഠിക്കുമ്പോൾ ചിലർക്കൊരു പ്രത്യേക എനർജിയാണ്. ആ ഒരു എനർജി രാവിലെ എണീറ്റാൽ കിട്ടില്ല. അതേസമയം ചിലവർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലാണ് ആ ഒരു എനർജി കിട്ടുക. രാത്രി ഇരുന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് രാത്രി നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രാത്രി പഠിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാത്രി അത്ര എനർജറ്റിക് അല്ലെങ്കിൽ മോർണിംഗ് എഴുന്നേറ്റ് പഠിക്കാം. ഈ മോർണിംഗ് എണീറ്റ് പഠിക്കുക എന്നുള്ള ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് കറക്റ്റായിട്ട് ഒരു നൈറ്റ് റുട്ടീൻ ഉണ്ടാവണം എന്നാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത്. ഇപ്പോൾ ഒരു 2 മണിക്ക് അല്ലെങ്കിൽ 1 മണി വരെയൊക്കെ ഇരുന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. ചിലർക്ക് പറ്റുമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലേറ്റായിട്ട് കിടന്നാൽ എനിക്ക് മോർണിംഗ് എണീക്കാൻ പറ്റില്ല. എണീറ്റാൽ തന്നെ അന്നത്തെ ദിവസം ഒരു വല്ലാത്തൊരു ബോധമില്ലാത്ത അവസ്ഥ. നമ്മളിങ്ങനെ നടക്കില്ലേ, ഒരു ബോധമില്ലാതെ പഠിക്കുന്നുണ്ടാവും, പഠിച്ചതൊന്നും തലയിലേക്ക് കയറുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും എനിക്ക്, ഒരു കണക്ഷൻ കിട്ടാത്തൊരവസ്ഥ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുക എന്നുള്ളതാണ്. അതിന് നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം. എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് 10:30 ആണ്. 10:30 കിടന്നാൽ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു 11 മണി ആകും. 11 മണിക്ക് കിടന്നാൽ ഞാനൊരു 5:30 എണീക്കും. ഇങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. എനിക്കെപ്പോഴും രാത്രിയിൽ പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്ന് പറയുന്നത് രാവിലെ പഠിക്കുന്നതാണ്. രാത്രിക്ക് എനിക്ക് എപ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. ഒന്നിൽ TV-യിൽ സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ സംസാരിക്കുന്നതിൻ്റെ സൗണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വിളിക്കും, അങ്ങനെ പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകും. അതേസമയം എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കുകയാണെങ്കിൽ ആകെ ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കൊതുകാണ്. ഇവിടെ കുറച്ച് കൊതുക് അധികമാണ്. അതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. ഫുള്ള് സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ആരുണ്ടാവില്ല, ഫാന് കറങ്ങുന്ന ആ ഒരു സൗണ്ട് മാത്രം ഉണ്ടാവും, കുറച്ച് പക്ഷികളുടെ സൗണ്ടും ഉണ്ടാവും. വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും നിങ്ങൾക്ക് രാവിലെ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിലൊരു കാര്യം, ഇപ്പോൾ യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഒക്കെ ട്രെൻഡിങ് ആണല്ലോ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കാലമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു കിറ്റ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നതിൻ്റെ ആ ഒരു രംഗങ്ങളും അതിന് എനിക്ക് കിട്ടി. സംഭവം കിട്ടിയിട്ട് എനിക്ക് ട്രൈ ചെയ്യാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കി നോക്കി. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ച് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. പിന്നെ ആദ്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 3-4 ദിവസം വല്ലാത്തൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും. പകൽ ആ രാവിലത്തെ ആ ഒരു സമയം വന്നില്ലെങ്കിലും ഒരു 11 മണി 12 മണി അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുന്ന സമയത്ത് വല്ലാതെ ഉറക്കം വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഏതൊരു ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ ആ ഒരു സംഭവം അങ്ങ് മാറും. ഇപ്പോൾ ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ രാവിലെ എണീറ്റ് നോക്ക്, പോട്ടെ ഒരു 5 ദിവസമെങ്കിലും രാവിലെ എണീറ്റ് നോക്കിയാൽ നമ്മൾ അലാറം ഇല്ലാതെ തന്നെ ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ എഴുന്നേക്കും. പിന്നെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒരു 5 ദിവസം ഫോളോ ചെയ്താൽ മതി, അത് മാറും. ആദ്യത്തെ 2 ദിവസം ഉറക്കം വരുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ അത് നടക്കില്ല. ജസ്റ്റ് ഒരു 5 ഡേയ്സ് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾ. പിന്നെ പറയാനുള്ളത്, ഈ അലാം സെറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഈ ക്ലോക്ക് കാണുന്നുണ്ടല്ലോ എൻ്റെ ടേബിളിൽ, ഞാൻ ഇതിലാണ് സാധാരണ അലാം സെറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ എൻ്റെ ടാബിൽ സെറ്റ് ചെയ്യും. പിന്നെ ഈ അലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ വെക്കില്ല, കുറച്ച് മാറിയിട്ടാണ് വെക്കുക. ഈ ടാബിൽ വെച്ചാലും ക്ലോക്കിൽ വെച്ചാലും നല്ല സൗണ്ടാണ്. ആദ്യം ചെറിയ സൗണ്ടിൽ ഇങ്ങനെ റിങ് ചെയ്യാൻ തുടങ്ങും, പിന്നെ അത് കൂടി നല്ല വോളിയത്തിൽ വരും. അപ്പോൾ ആ സമയത്ത് എന്തായാലും അത് എണീറ്റ് വന്നിട്ട് ഓഫ് ചെയ്യണം. അതേസമയം നമ്മൾ ഫോണിൽ വെച്ചാൽ സ്നൂസ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങാനുള്ള ചാൻസ് എന്നല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഫോണിൽ വെച്ചിട്ട് സ്നൂസ് ചെയ്യും, കിടന്നുറങ്ങും, എഴുന്നേക്കില്ല. പക്ഷേ അതേസമയം നമ്മളിങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഓഫാക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ എഴുന്നേറ്റ് വന്ന് ഓഫാക്കിയല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തല്ലോ നമ്മൾ, അപ്പോൾ പിന്നെ വീണ്ടും പോയി കിടക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവില്ല. അപ്പം തന്നെ വന്നിട്ട് ഒന്ന് മുഖം നല്ലൊരു തണുത്ത വെള്ളത്തിൽ കഴുകുക. കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുളിക്കുക. അത് കുറച്ച് ഓവറാണ്, എന്നാലും പറ്റുന്നവർ ചെയ്യുക. അല്ലാതെ ഒരു മുഖം തണുത്ത വെള്ളത്തിലും കാലും തണുത്ത വെള്ളത്തിലും ഒന്ന് കഴുകുക. എന്നിട്ടും നിങ്ങൾ ഉറക്കം പോകുന്നില്ലെങ്കിൽ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് മീൻസ് വലിയ എക്സസൈസ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഡാൻസൊക്കെ അറിയാവുന്നവരാണെങ്കിൽ പാട്ട് വെച്ചിട്ട് നമ്മൾ എക്സസൈസ്, അങ്ങനത്തെ വർക്കൗട്ട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ടാവും. ഒരു 5-10 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നിങ്ങളുടെ ഉറക്കം സെറ്റാവും.
അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഉപയോഗിക്കാം. പഠിക്കാമെന്ന് വെച്ചിട്ട് ടേബിൾ ലാമ്പ് ഇട്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡിമ്മായിട്ടുള്ള ലൈറ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വീണ്ടും ഉറക്ക് വരും. അതേസമയം ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് നോക്കിയാൽ, സാധാരണ വീട്ടിലെ ലൈറ്റ് എല്ലാം അങ്ങ് ഓൺ ചെയ്തിട്ടാൽ ആ ഒരു രാവിലെ ആയി എന്നുള്ള ആ ഒരു ഒരിത് നമ്മുടെ മൈൻഡിന് വരും. അപ്പോൾ ഉറക്ക് വരുന്നത് കുറവായിരിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ പാടെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. വാം വാട്ടറാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾ കോഫിയോ ടീയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് ഇട്ടിട്ട് കുടിക്കാം. അപ്പോൾ കുറച്ചും കൂടെ എനർജി വരും. അപ്പോൾ രാവിലത്തെ ആ ഒരു കാര്യം ഒരു 1 അവർ 1.5 അവർ ഇപ്പോൾ വീട്ടിൽ ജോലികളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള ആ ഒരു ടൈം കിട്ടും. വേറൊരു കാര്യം, മോർണിംഗ് എണീറ്റിട്ടുള്ള ആ ഒരു ടൈം മാക്സിമം ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക. ഫോണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ക്ലാസ് ഒക്കെ കാണാനുണ്ടെങ്കിൽ തലേദിവസം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് ഓൺ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. നെറ്റ് ഓൺ ആക്കുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക, നമ്മൾ വേറെ ലോകത്തേക്ക് പോവുക. അതുകൊണ്ട് മാക്സിമം നെറ്റ് ഓൺ ആക്കാതെ ഇരിക്കുക, അതായിരിക്കും ബെറ്റർ. പിന്നെ ഏതൊരു ഹാബിറ്റ് നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കണമെങ്കിൽ മിനിമം നമ്മൾ 21 ഡേയ്സ് എങ്കിലും ഫോളോ ചെയ്യണം. ഇപ്പോൾ 1-2 ദിവസം നിങ്ങൾ എഴുന്നേറ്റ് 3-ാമത്തെ ദിവസം നിങ്ങൾ എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. 4-ാമത്തെ ദിവസം വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നടക്കാത്തതായിട്ടൊന്നുമില്ല, അത് ഉറപ്പാണ്. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക, നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ. പിന്നെ ഇതെന്താണ് സംഭവം നോക്കി കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമില്ല, ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഒക്കെ ഏത് മാസം എക്സാം നടക്കും എന്നുള്ളത് കലണ്ടർ വന്നല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാം വരെയുള്ള, അതായത് 10th പ്രിലിംസിൻ്റെ എക്സാം വരെയുള്ള ഡേയ്സ് ഒന്ന് കൗണ്ട് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു എത്ര ദിവസം ഇനി ബാക്കി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. കുറേ മാസം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ടൈം ഉള്ളതായിട്ട് തോന്നും. അതേസമയം ദിവസമാണെങ്കിൽ അത്ര ദിവസമേ ഉള്ളൂ ഇനി എന്ന ഒരു തോട്ട് വരും. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെട്ടി പോകാൻ വേണ്ടി എഴുതി വെച്ചതാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്ന വർഷം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ DGP ഇപ്പോൾ നിലവിലെ DGP ആരാന്നുള്ളതും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. The stars align, we lose ourselves in the rhythm divine, underneath the sky painted with